All of you welcome. Today we are discussing the third part of cash flow statement. Last day we had a discussion on what is meant by a cash flow statement, what are the uses or advantages or objectives of preparing cash flow statement, limitations of cash flow statement, and difference between a cash flow and a fund flow statement. These are the topics that we covered. Today we are discussing the important definitions which are used in the context of cash flow statement and classification of cash flows for cash flow statement. Right. So the first thing is definitions, the important definitions which are required for preparing a cash flow statement. You should be thorough with these definitions first. അപ്പോൾ 3 items ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാഷ് ആണ്, സെക്കൻഡ് വൺ ക്യാഷ് ഇക്വിവലൻസ് ആൻഡ് തേർഡ് വൺ ഈസ് ക്യാഷ് ഫ്ലോ. വാട്ട് ഈസ് മീൻ ബൈ ക്യാഷ്? ക്യാഷ് കംപ്രൈസസ് ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ്. മീൻസ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അതാണെന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ക്യാഷ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ ക്യാഷ് ഇക്വിവലൻസ്. ക്യാഷ് ഇക്വിവലൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടിബിൾ ഇൻ ടു ക്യാഷ്. മീൻസ് ദീസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് എ ഫോൾ ഇൻ ദെയർ വാല്യൂ. നിങ്ങൾക്ക് വളരെ ഈസിലി അത് സെല് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദാറ്റ് അസറ്റ്. എക്സാമ്പിൾസ് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, മണി മാർക്കറ്റ് ഫണ്ട്സ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഒക്കെ എന്താണ് ക്യാഷ് ഇക്വിവലൻസ് ആണ്. റൈറ്റ്. അപ്പോൾ വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് എ ലോസ് ഇൻ ദെയർ വാല്യൂ. തേർഡ് term is cash flow. Cash flow simply means the movement of cash and cash equivalents. നമ്മൾ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇൻഫ്ലോ ഓഫ് ഫണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്, മൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി വേർഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. Cash flow simply refers to the movement of cash and cash equivalents. It may be inflow of cash or outflow of cash. Inflow of cash refers to all transactions that result in increase of cash and cash equivalents. ഇപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസിൻ്റെ അകത്ത് ഇൻക്രീസ് ഉണ്ടാക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും നമ്മൾ ഇൻഫ്ലോ ഉണ്ടാക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, ദീസ് ആർ ദി സോഴ്സസ് ഓഫ് ക്യാഷ്. ഇൻഫ്ലോ ഉണ്ടാകുമ്പോൾ സോഴ്സസ് ഓഫ് ക്യാഷ് ആണ് അല്ലേ. ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് മീൻസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് റിസൾട്ട്സ് എ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. ദീസ് ആർ ദി യൂസസ് ഓർ ദി അപ്ലിക്കേഷൻസ് ഓഫ് ക്യാഷ്. So these are the important terms that you have to learn for cash flow statement. First one is cash means cash in hand and cash at bank. Second one, cash equivalents means these are short term highly liquid investments which can be easily converted into cash without affecting their value, without a fall in their value. Cash flow means a movement or change in cash, maybe inflow of cash or outflow of cash. Increase in cash ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ക്യാഷ് ആവാം, സോഴ്സസ് ഓഫ് ക്യാഷ് ആവാം അല്ലെങ്കിൽ യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ആവാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ടുഡേയ്സ് ഡിസ്കഷൻ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിനെയും, മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ, ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യണം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഇങ്ങനെ 3 ഹെഡ്സിൻ്റെ അകത്താണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രാൻസാക്ഷൻസ് ഐറ്റംസ് എൻ്റർ ചെയ്യേണ്ടത്. ദർ ഇസ് എ സ്പെസിമെൻ ഫോർമാറ്റ് പ്രൊഫോമ ഫോർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഐ വിൽ ഷോ യു ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. എനിവേ, അതിൻ്റെ അകത്ത് നമ്മൾ ഈ ക്യാഷ് ഫ്ലോസിനെ 3 ഹെഡ്സിൻ്റെ അകത്ത് 3 ഏരിയാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതിൽ ആദ്യത്തേതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്.
പിന്നെ രണ്ടാമത്തതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. തേർഡ് വൺ ഈസ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ക്യാഷ് ഫ്ലോ by analyzing all the balance sheet items by classifying them into three activities. Three activities are, first one, operating activities എന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തേതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ആൻഡ് തേർഡ് വൺ ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഇവിടെ ഓർഡർ ഞാൻ എഴുതിയത് ഇത്തിരി മാറിപ്പോയിട്ടുണ്ട്. എനിവേ ആദ്യം നമ്മൾ കാണിക്കുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. സെക്കൻഡ്ലി വി ഷോ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, സെക്കൻഡ് വൺ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അങ്ങനെയാണ് സ്ലൈഡിൽ കൊടുത്തതെങ്കിലും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ദ ഫേസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ആൻഡ് ലാസ്റ്റ്ലി ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. അങ്ങനെയാണ് കാണിക്കേണ്ടത്. സ്ലൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിൻ്റ് ചെയ്തത് മാറിപ്പോയിട്ടുണ്ട്. എനിവേ സോറി ഫോർ ദാറ്റ്. ഓക്കെ, നൗ ലെറ്റ് us see what is meant by cash flow from operating activities. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ദാറ്റ് ഈസ് ദ ക്യാഷ് ജനറേറ്റഡ് അല്ലെങ്കിൽ ക്യാഷ് യൂസ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. കമ്പനീൻ്റെ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്ത ക്യാഷ് ഉണ്ടാകാം, കമ്പനീൻ്റെ ഓപ്പറേഷന് ജനറേറ്റ് ചെയ്ത ക്യാഷ് ഉണ്ടാവാം. ആൻഡ് ദിസ് ഈസ് പെർഹാപ്സ് ദ കീ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ബിക്കോസ് ഇറ്റ് ഷോസ് വെദർ ആൻഡ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് കമ്പനീസ് ക്യാൻ ജനറേറ്റ് ക്യാഷ് ഫ്രം ദെയർ ഓപ്പറേഷൻസ്. ഓക്കെ, മനസ്സിലായോ? നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത് എന്താ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുക? ദാറ്റ് ഷോസ് വെദർ ആൻഡ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് കമ്പനീസ് ക്യാൻ ജനറേറ്റ് ക്യാഷ് ഫ്രം their operations. Most of the components of cash flows from operating activities will be those items which determine the net profit or loss of the entity. ഇങ്ങനെയൊക്കെ കൂടെ ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. There are certain items which are given examples of cash flow from operating activities. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും എന്തൊക്കെയാണ് അവിടെ വരിക. ക്യാഷ് ഇൻഫ്ലോസിന് ഇപ്പോൾ നമ്മൾ ഈ 3 ഹെഡ്സാണ് പറഞ്ഞത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആകാം, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആകാം, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി ആകാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ക്യാഷ് ആവാം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്ത ക്യാഷ് ആവാം. എന്ന് വെച്ചാൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകാം, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകാം. ഈ 3 കാറ്റഗറൈസേഷൻ്റെ അകത്തും അത് വരും. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എക്സാമ്പിൾസ് ഫോർ ക്യാഷ് ഇൻഫ്ലോസ്. ഈ ഹെഡിൻ്റെ അകത്ത് അത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അകത്ത് വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആദ്യം പറയാം, പിന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസ് പറയാം. ഒന്നും കൂടെ പറയാം. Operating activities are the main revenue generating activities of the business. These involve producing or acquiring goods and services and selling them. In short, operating activities are the activities that related to the basic operation of a business. മെയിനായിട്ടൊരു ബിസിനസ്സിൻ്റെ പണി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുക, അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തത് സെല്ല് ചെയ്യുക, ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഓപ്പറേഷൻ. അതിൻ്റെ അകത്തു നിന്ന് എന്തൊക്കെ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടായി അല്ലെങ്കിൽ എന്തൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായി, അതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അകത്ത് വരിക. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ്. Cash receipts from debtors for the sale of goods or for rendering some services. Cash receipts from royalties, fees, commission and other revenues. Refund of income tax. Okay? ഇത്രയാണ്. ഇതുപോലെയുള്ള ഐറ്റംസ് ആണെന്ത്
അപ്പോൾ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ അതാണ് കമ്പനീൻ്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. സെയില്, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിയിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതാണ് കമ്പനീൻ്റെ മെയിൻ ഓപ്പറേഷൻ. അതിന്ന് കിട്ടുന്ന മെയിൻ റവന്യൂ എന്ന് പറയുന്നത് സെയിലല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അത് കാരണം ഉണ്ടാവുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണ്? ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ക്യാഷ് ഔട്ട്ഫ്ലോസ് ക്യാഷ് പർച്ചേസ് ആകാം, ക്യാഷ് പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, പേയ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലൈക്ക് ഡയറക്റ്റ് വേജസ് ആൻഡ് എവറിത്തിങ് യു നോ, ക്യാഷ് പേയ്മെൻറ്റ് ടു ഗവൺമെൻറ് ഫോർ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. These are some of the examples for cash inflows and cash outflows under the first head, cash flow from operating activities. അപ്പോൾ അതിൽ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യൂഷ്വലി കമ്പനീസ് ക്യാഷ് ഇൻഫ്ലോസ് ആയിരിക്കും കൂടുതൽ അല്ലേ, സെയിലിനേക്കാൾ കൂടുതൽ പർച്ചേസ് വരാൻ, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസ് ലോസ് ആയിരിക്കും. അപ്പോൾ യൂഷ്വലി കമ്പനീസ് ആർ ജനറേറ്റിംഗ് പ്രോഫിറ്റ്, ലോസ് ഉണ്ടാകാം. എനിവേ, if cash inflows are greater than cash outflows, the difference is called net cash inflow from operating activities. അല്ല, ഇനി നിങ്ങളുടെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആർ മോർ ദാൻ ക്യാഷ് ഇൻഫ്ലോസ് ആണെങ്കിൽ അവിടെ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഫോർ ഓപ്പറേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ 3 ഹെഡ്സാണ്, 3 തരത്തിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്ലിയർ നോ? അപ്പോൾ അതിൽ ക്യാഷ് ഇൻഫ്ലോസ് ക്യാഷ് ഔട്ട്ഫ്ലോസിനേക്കാൾ കൂടുതലായാൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ആണ്. നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ആണ്. അല്ല, നിങ്ങൾ ഔട്ട്ഫ്ലോ ആണ് കൂടുതലെങ്കിൽ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്. യൂസ് ആണ് കൂടുതൽ ഇൻഫ്ലോസിനേക്കാൾ കൂടുതൽ. റൈറ്റ്. രണ്ടാമത്തത് നോക്കാം, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ സെക്യൂരിറ്റീസ് എക്സെട്ര. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യലാണ്. വേറൊരു കമ്പനീൻ്റെ ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ വേറൊരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ്. അതിൽ നിന്നുള്ള ക്യാഷ് ഇൻഫ്ലോസ്, അതിൽ നിന്നുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ്, ഇത് രണ്ടുമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വരും? പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് വരാം, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് വരാം, അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് സം അതർ കമ്പനീസ്, പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ സം കമ്പനീസ്, അതുപോലെ തന്നെ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വരാം. ഓക്കെ, ദീസ് ക്യാഷ് ഫ്ലോസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ദിസ് ഹെഡിങ്സ് show the extent of new investment in asset which will generate future profit and cash flow. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്താ കിട്ടുക, അല്ലെങ്കിൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദിസ് പർട്ടിക്കുലർ സെക്ഷൻ shows the investment in asset which will generate future profit and which will generate future cash flows. Okay, നമ്മളിവിടെ AS3 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ. നൗ വി കൺവേർജ്ഡ് ടു IFRS. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളതിലേക്ക് കൺവേർജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ച ആൾക്കാരാണ്. എനിവേ, ഇവിടെ IAS7 ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ്. റൈറ്റ്. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ഗിവ്സ് സർട്ടൻ എക്സാമ്പിൾസ് ഫോർ ക്യാഷ് ഫ്ലോ അറൈസിങ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പം അതിൽ എക്സാമ്പിൾസ് പറയാം. ക്യാഷ് റെസീറ്റ്സ് ഫ്രം ദ സെയിൽ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് അതർ എൻറ്റിറ്റീസ്. ക്ലിയർ ആയല്ലോ? ക്യാഷ് ഇൻഫ്ലോ, നിങ്ങൾ വേറൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ വാങ്ങിയിട്ടുണ്ട്, അത് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, വേറൊന്നാണ് ക്യാഷ് റെസീറ്റ്സ് ഫ്രം ദ സെയിൽ ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇൻടാഞ്ചിബിൾസ് ആൻഡ് അതർ നോൺ കറണ്ട് അസറ്റ്സ്. You are selling your non-current asset, fixed asset. You are selling your goodwill, that's an intangible asset. You are selling some of your properties,
അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ നിങ്ങൾ സെല് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു അസറ്റാണ്, അതാണ് നിങ്ങൾ സെല് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്തിൻ്റെ അകത്താണ് വരിക? ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസ് നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ടു അക്വയർ എ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇൻടാഞ്ചിബിൾസ്, അതർ നോൺ കറൻറ്റ് അസറ്റ്സ് ഇൻക്ലൂഡിങ് സെൽഫ് കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് എക്സെട്ര. സിമ്പിളായിട്ട് ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുക. അതുപോലെ പർച്ചേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്, പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് എക്സെട്ര ഓഫ് അതർ കമ്പനീസ്, ക്യാഷ് പേയ്മെൻറ്റ്സ് ഫോർ പർച്ചേസിങ് അക്വയറിങ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് അതർ എൻറ്റിറ്റീസ്. വേറൊരു കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ, വേറൊരു കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ദാറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ യുവർ കമ്പനി. അപ്പോൾ നിങ്ങളുടെ കമ്പനീൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ ബിക്കോസ് ഓഫ് യുവർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ബിഫോർ ദാറ്റ് ആ ഹെഡിൻ്റെ അകത്തും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും കമ്പയർ ചെയ്യണം. ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് കൂടുതലെങ്കിൽ ദാറ്റ് ഈസ് നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അല്ല, നിങ്ങളുടെ ക്യാഷ് ഔട്ട്ഫ്ലോ, നിങ്ങളുടെ പർച്ചേസ് ആണ് കൂടുതൽ, നിങ്ങൾ ഇക്വിറ്റി ഷെയർ വാങ്ങിയത്, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തതൊക്കെയാണ് കൂടുതൽ, നിങ്ങളുടെ ഇൻഫ്ലോസിനേക്കാൾ കൂടുതലെങ്കിൽ ദാറ്റ് ഈസ് നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ആ ഡിഫറൻസ് വരുന്ന ഫിഗറിന് അങ്ങനെയാണ് നമ്മൾ കാണിക്കുക, റൈറ്റ്. തേർഡ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം financing activities. Financing activities are those activities which result in changes in size and composition of shareholders fund and short term and long term borrowings. ഇപ്പോൾ 3 കാര്യങ്ങളാണ് അതിലുള്ള. ഫൈനാൻസിങ് ആക്ടിവിറ്റി പറഞ്ഞാൽ നിങ്ങളെ കമ്പനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഫൈനാൻസിങ് ആക്ടിവിറ്റി അല്ലേ. അതുപോലെ നിങ്ങളൊരു ലോൺ അവെയിൽ ചെയ്യണം, ദാറ്റ് ഈസ് എ ഫൈനാൻസിങ് ആക്ടിവിറ്റി. നിങ്ങളൊരു ലോൺ തിരിച്ചടയ്ക്കണം, ദാറ്റ് ഈസ് എ ഫൈനാൻസിങ് ആക്ടിവിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കും? ദാറ്റ് മേക്സ് ട്രാൻസാക്ഷൻസ് ദാറ്റ് മേക്ക് എ ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്. എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ദിസ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ലൈക്ക്ലി ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ്. ഫ്യൂച്ചറിൽ നിങ്ങൾ എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ എത്ര ഡിവിഡൻഡ് അടയ്ക്കാനുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ യു ഹാവ് ടു പേ ദിസ് മച്ച് ഡിവിഡൻറ്റ്, അല്ലെങ്കിൽ ഇത്ര ഡിബഞ്ചേഴ്സാണ് നിങ്ങൾ ഇഷ്യൂ ചെയ്തതെങ്കിൽ ദിസ് മച്ച് യു ഹാവ് ടു പേ ഇൻട്രസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ പീരിയഡ്, റൈറ്റ്? മനസ്സിലാവണ്ടല്ലോ പറയുന്നത്. ഹിയർ ഓൾസോ ദ സ്റ്റാൻഡേർഡ് ഗിവ് സർട്ടൻ എക്സാമ്പിൾസ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനൊക്കെ എളുപ്പത്തിൽ പറ്റുന്നതാണ് ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂയിങ് ഷെയർസ്. ഇഫ് യു ആർ ഇഷ്യൂയിങ് യുവർ ഷെയർസ്, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ഇൻഫ്ലോ ബിക്കോസ് ഓഫ് യുവർ ഫൈനാൻസിങ് ആക്ടിവിറ്റി, റൈറ്റ്? Likewise, cash proceeds from the issue of debentures, loans, bonds, notes, mortgages and other short or long term borrowings. മനസ്സിലായോ? അപ്പോൾ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒന്ന്, നമ്മളുടെ കമ്പനീൻ്റെ ഓണേഴ്സിൻ്റെ ഫണ്ടിൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണേഴ്സ് ഫണ്ടിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തുന്നത്, ദാറ്റ് മേ ബി ദ ഇഷ്യൂ ഓഫ് ഷെയർസ്, റൈറ്റ്? വേറൊന്നെന്ന് പറയുന്നത് എന്താണ്? ഡിബഞ്ചേഴ്സ്, അതുപോലെ ലോങ് ടേം ഷോർട്ട് ടേം ബോറോയിങ്സ്. ഡിബഞ്ചേഴ്സ് ആകാം, ബോണ്ട് ആകാം, ലോൺസ് ആകാം, മോർട്ട്ഗേജ് ലോൺ ആകാം, അതല്ലെങ്കിൽ ഷോർട്ട് ടേം ലോങ് ടേം അതർ ബോറോയിങ്സ് ആകാം. അതിന്നൊക്കെ എന്താണ്? ക്യാഷ് ഇൻഫ്ലോ ആണ്, ബിസിനസ്സിന് ക്യാഷ് കിട്ടുന്നതാണ് അല്ലേ? ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഇനി അതിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും?
Cash payments to owners to acquire, to redeem the entity's shares. Suppose if the company issued preference shares, അതും ഇവിടെ എന്താണ്, ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഇഫ് ദ കമ്പനി റിഡീം ദാറ്റ് ഷെയർസ്, അതെന്താണ്, ക്യാഷ് പേയ്മെൻറ്റ് ബിക്കോസ് ഓഫ് ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ്സ്, ഇപ്പം നമ്മൾ ലോണ് തിരിച്ചടക്കുകയാണ്, അതൊക്കെ എന്താണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ബിക്കോസ് ഓഫ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്, റീപേയ്മെൻറ്റ് ഓഫ് both short term and long term loans, redemption of debentures, bonds, redemption of preference shares, payment of dividend, payment of interest on debentures, bonds or loans, ഒക്കെ എന്താണ്, ക്യാഷ് ഔട്ട്ഫ്ലോസ് ബിക്കോസ് ഓഫ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഇൻഫ്ലോസ് കമ്പയർ ചെയ്യണം ക്യാഷ് ഔട്ട്ഫ്ലോസിനായിട്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് യുവർ ക്യാഷ് ഇൻഫ്ലോസ് ആർ മോർ ദാൻ ദാറ്റ് ഓഫ് യുവർ ക്യാഷ് ഔട്ട്ഫ്ലോസ് അണ്ടർ ദി ഫൈനാൻസിങ് ആക്ടിവിറ്റി, അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്തായിരിക്കും, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. അല്ല നിങ്ങളുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കൂടുതലെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫൈനാൻസിങ് ആക്ടിവിറ്റി. അങ്ങനെയാണ് നമ്മൾ എഴുതുക, റൈറ്റ്. ഇനി ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് ക്യാഷ് ഫ്ലോസിനെ 3ആയിട്ട് ക്ലാസിഫൈ എന്ന് പറഞ്ഞല്ലോ. യു ഹാവ് ടു നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് റിസീവ്ഡ് ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് എപ്പോഴാണ് നമ്മൾ റിസീവ് ചെയ്യുക, വെനെവർ ദ കമ്പനി മേക്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സം അതർ കമ്പനീസ്, അല്ലേ? ഇൻട്രസ്റ്റ് കിട്ടുക നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ലോൺസ് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ്. അത് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ലോൺ അഡ്വാൻസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെ ഡിബഞ്ചർ പോയി പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്, അല്ലേ? അത് നിങ്ങളുടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് യുവർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ ആലോചിച്ചാൽ മതി, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ്, ഇൻട്രസ്റ്റ് ആണെങ്കിലും ഡിവിഡൻഡ് ആണെങ്കിലും, അത് രണ്ടും എവിടെയാണ് വരിക, ഏത് ഹെഡിൻ്റെ അകത്താണ് വരിക? ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ. അല്ല, നേരെ തിരിച്ച്, ഇഫ് യു ആർ പേയിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഇഫ് യു ആർ പേയിങ് ഡിവിഡൻറ്റ്, അത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ദറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ഫൈനാൻസിങ് ആക്ടിവിറ്റി. നിങ്ങൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിബഞ്ചേഴ്സ് ബോൺസ് ഇഷ്യൂ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കേണ്ടി വരുന്നത്. അത് ഈ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. അപ്പോൾ ആ കേസിൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ് ആർ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഒന്നും കൂടെ പറയാം, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് റിസീവ്ഡ് ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് രണ്ടും ഇൻഫ്ലോസ് ആണ്, ആർ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, വൈൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ഓൺ യുവർ ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ് ആർ ക്യാഷ് ഔട്ട്ഫ്ലോ ബിക്കോസ് ഓഫ് യുവർ ഫൈനാൻസിങ് ആക്ടിവിറ്റി. രണ്ടും രണ്ട് സെക്ഷനിലാണ് വരിക. ക്ലിയർ ആയോ? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തെന്ന്, അതേപോലെ തന്നെ ഡിവിഡൻറ്റ് റിസീവ് ചെയ്യുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ ഇൻഫ്ലോ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കുന്നത്, അതുപോലെ ഡിവിഡൻറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നത്, രണ്ടും ക്യാഷ് ഔട്ട്ഫ്ലോ അണ്ടർ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ അകത്താണ് വരിക. So these are all about the cash flow classification for this purpose. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്. അതിൽ ആദ്യം പറഞ്ഞത് ക്യാഷ്, രണ്ടാമത്തെ ക്യാഷ് ഇക്വിവലൻസ്, തേർഡ് വൺ ഈസ് ക്യാഷ് ഫ്ലോസ്, അല്ലേ? രണ്ടാമത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആയിരുന്നു. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്പെസിമെൻ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ.